ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണെങ്കിൽ മാസ്കിൻ ടേപ്പൊക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വീഡിയോക്കകത്ത് കാണുന്നുണ്ട് മാസ്കിൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു പീസ് മാസ്കിൻ ടേപ്പ് എടുത്തിട്ട് സൈഡിലായിട്ട് രണ്ട് വശത്തുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വീതിയുള്ള മാസ്കിൻ ടേപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒറ്റ ഒരു പീസ് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടിച്ച് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ലീവ്സിൻ്റെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. ഇനി ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഇതുപോലത്തെ രണ്ട് മാസ്കിൻ ടേപ്പിൻ്റെ റോൾസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. അതിനടിയിലായിട്ട് കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ രണ്ട് കാർഡ്ബോർഡ് പീസ് എടുത്തു. ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് റോളിന് ചുറ്റി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്തു. ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഉണങ്ങാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഞാൻ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ്. ഇതിന് പകരം ഏതെങ്കിലും ബ്രൈറ്റ് കളറൊക്കെ വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് വേസ്റ്റൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ വേസിന് ഫുൾ കളർ ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ലീവ്സിന് ഞാൻ അതിന് വെയിൻസ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ വെയിൻസ് വരച്ചു കൊടുത്തത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ലീവ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ലീവ്സിൻ്റെ എല്ലാം സ്റ്റെമ്മ് ഞാൻ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ലീവ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോപ്പ് സ്റ്റിക്ക് തന്നെയാണ്. ഇതിൻ്റെ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും എടുത്താൽ മതി, ഈർക്കിലി എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മാസ്കിൻ ടേപ്പ് വെച്ച് തന്നെയാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ലീവ്സ് എല്ലാം ആണെങ്കിൽ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. മാസ്കിൻ ടേപ്പിന് പകരം ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് ചുറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിൽ മാസ്കിൻ ടേപ്പിലാകുമ്പോൾ നല്ല പശയുണ്ട്, അത്യാവശ്യം വീതിയുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. എൻ്റെ മാസ്കിൻ ടേപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ലീവ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീവ്സ് എല്ലാം ഏകദേശം ചുറ്റിയെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഈ സ്റ്റെമ്മിന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ ബ്രൗൺ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം റെഡ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റെമ്മിനെല്ലാം കളർ ചെയ്തതിന് ശേഷം നമുക്ക് വേസിലോട്ട് ഈ സ്റ്റെം ഒന്ന് ഉറപ്പിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വേസും ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനാണെങ്കിൽ വേസിലോട്ട് പ്ലാന്റ് വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ പെബിൾസ്, വൈറ്റ് പെബിൾസ് വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി സെക്കൻഡ് ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സിറപ്പിൻ്റെ ഒരു കവറാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കവർ എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഒരു നീളത്തിലാണ് വേണ്ടത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ് കുറച്ച് എടുത്തിരിക്കുന്നത്, അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പേപ്പർ ബോക്സിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഒന്ന് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കുറച്ച് ചുള്ളിക്കമ്പുകളാണ് നമുക്ക് വേണ്ടത്. ഈ ചുള്ളിക്കമ്പുകൾ ഇനി നമുക്കാണെങ്കിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലത്തെ കമ്പുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചുള്ളിക്കമ്പ് ഞാനാണെങ്കിൽ കളർ ചെയ്തെടുത്ത് ഉണങ്ങാനായിട്ട് വെച്ചിരുന്നു, അത് ഉണങ്ങി കിട്ടി. ഇനി ഇതുപോലത്തെ കുറച്ച് കല്ലുകൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് പോളിമർ ക്ലേ ആണ് വേണ്ടത്. ഇതെൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് പഴകിയതാണ്, അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഡ്രൈ ആയിപ്പോയി. അപ്പോൾ വളരെ കുറച്ച് അളവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഏതായാലും നമുക്ക് തൽക്കാലം ഒരു കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലേ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ബോൾസ് ചേർന്നിട്ട് ഒരു ഫ്ലവർ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് പോളിമർ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിൻ്റെ ഒരു ഐഡിയ ആണിത്. പല കളറൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈ ആവാത്ത കുറച്ച് കളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് പല ഷേപ്പിലൊക്കെ പോളിമർ ക്ലേ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലവറിന് സെൻട്രലായിട്ട് ഏതെങ്കിലും ഒരു കളർ ക്ലേ വെക്കുക. എന്നിട്ട് അതിന് ചുറ്റും ഞാൻ ചെറിയ കുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡിസൈന് വേണ്ടിയിട്ട്. ഇനി യെല്ലോ ക്ലേ വെച്ചിട്ടാണെങ്കിൽ കുറച്ച് ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞാനാണെങ്കിൽ
ബേസിനാണെങ്കിൽ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വാൾപൊട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളം അതോടൊപ്പം പശയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഫെവിക്കോളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഗ്രീൻ അക്രിലിക് പെയിൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചുള്ളിക്കമ്പൊക്കെ വേസിൽ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വാൾപൊട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് വെച്ചിരുന്ന വാൾപൊട്ടിയാണെങ്കിൽ കുറച്ചാണെങ്കിൽ വേസിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ക്ലേ കൊണ്ട് ഫ്ലവേഴ്സ് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് 2 സൈഡ് ടേപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇരിക്കുന്നില്ലായിരുന്നു, പറഞ്ഞു പോരുമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഫോം ഷീറ്റ് കൊണ്ട് കുറച്ച് ഗ്രീൻ ലീവ്സും വെട്ടിച്ചു. അതോടൊപ്പം വേസ് ഒന്ന് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇച്ചിരി ഒന്ന് ഭംഗിയാവാനായിട്ട് വൈറ്റ് ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ബോയും വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിമർ ക്ലേ കൊണ്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന 2 ഇൻഡോർ പ്ലാന്റ്സും ഇതാണ്. വളരെ ചിലവ് കുറച്ച് നമുക്ക് ഉണ്ടാക്കി ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ല അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.